എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട്. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പൊന്നുമടം കുടുംബത്തില് സന്തോഷം അലയടിക്കണം. അതിനുവേണ്ടി ഋതുവും സേതുവും അവരെല്ലാരും കൂടെ ഒന്നാവണമെന്ന്. അങ്ങനെ അവസാനം ഋതു ആ സത്യം തിരിച്ചറിയുകയാണ്. സേതുവും പല്ലവി പൊന്നുമടം കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, തങ്ങളെ എല്ലാവരെയും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് അവര് എത്രമാത്രം പ്രയത്നിക്കുന്നുണ്ട് എന്നൊരു ആ സത്യങ്ങളൊക്കെ ഋതുവും അവരൊക്കെ തിരിച്ചറിയുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു പൂർണിമയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പല്ലവി ചെല്ലുന്നുണ്ട്. അങ്ങനെ പല്ലവി ചെന്ന് പൂർണിമയ്ക്ക് ബ്ലഡ് ഒക്കെ കൊടുക്കുകയാണ്. ബ്ലഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ പല്ലവി ഇരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ട് ചെല്ലുവാണ്. അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചായ എന്തെങ്കിലും എടുത്തുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറയണം. വേണ്ട സേതു ഏട്ടാ, കുഴപ്പമൊന്നുമില്ല, എന്നാലും ബ്ലഡ് കൊടുത്താലേ അപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ആ സമയത്തായതുകൊണ്ട് വേറെ കടകളും വലിയ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം രാത്രി സമയത്താണല്ലോ. പിന്നീട് സേതു പോയി ചായയൊക്കെ എടുത്തോണ്ട് വന്ന് പല്ലവിക്ക് കൊടുക്കുന്നുണ്ട്. പല്ലവി അതൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ കൂടെ വന്നിട്ട് പറഞ്ഞു, അത് വലിയേട്ടാ ഞാൻ കൊടുത്തോളാന്ന് പറയാണ് പല്ലവി ചേച്ചിക്ക്. പിന്നീട് പല്ലവിക്ക് ചായ കൊടുക്കുകയാണ്. ഇതൊക്കെ പക്ഷെ പ്രതാപന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പ്രതാപന്റെ ഉള്ളിലാണെങ്കിൽ വല്ലാത്തൊരു ഒരു ഭയം ഉള്ളിൽ കയറി. കാരണം ഋതുവും ഇവരെല്ലാരും കൂടെ ഒന്നിക്കുവാണെങ്കിൽ തനിക്ക് തിരിച്ചടിയായിരിക്കും. നാളെ ഒരു പക്ഷെ എന്ത് സംഭവിക്കാം. നാളെ മിക്കവാറും കല്യാണമൊക്കെ നടക്കണ്ട ആ സമയത്ത് തന്റെ സാന്നിധ്യം അവിടെ വേണം. പക്ഷെങ്കില് സേതു തനിക്കൊരു തടസ്സമായി മാറും. അതിനു മുമ്പേ അവനെ ഒഴിവാക്കാന്ന് കരുതിയിരിക്കുന്ന, പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് തോന്നില്ല. എങ്ങനെയെങ്കിലും ഇത് പല്ലവീനെ അവനെയും കൂടെ അവിടുന്ന് അടിച്ചു പുറത്താക്കണം, എങ്കിൽ മാത്രമേ തനിക്ക് അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുള്ളൂ പ്രതാപന് മനസ്സിലായി. പക്ഷേങ്കില് പ്രതാപന്റെ ഏകദേശം ഊടായ്പ പരിപാടിയൊക്കെ ഋതുവിനൊക്കെ ബോധ്യപ്പെട്ടു. കാരണം ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമാണെങ്കിലും പ്രതാപൻ അവിടെ കിടന്ന് നല്ല കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക ചെയ്തേ. അല്ലെങ്കിൽ രാത്രി ബാക്കി എല്ലാവരും ഉറക്കളച്ചിരിക്കുന്ന സമയത്ത് പ്രതാപൻ ഇതൊന്നും ബാധകമല്ലായിരുന്നു. പ്രതാപൻ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഋതുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അങ്ങനെ പിന്നീട് ബ്ലഡൊക്കെ കയറ്റി കഴിഞ്ഞപ്പോ തന്നെ പൂർണ്ണിമ ഏകദേശം ആളൊന്ന് ഉഷാറായി. പിന്നീട് ഡോക്ടർ പരിശോധിക്കാൻ ചെല്ലുവാണ്. പരിശോധിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പൂർണ്ണിമ പറഞ്ഞു, ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ എന്നൊക്കെ പറയണം. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയിപ്പം വലിയ കുഴപ്പമില്ല, ഏകദേശം ആളൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നീട് ഋതുവും അച്ചുവൊക്കെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. കാണാൻ ചെന്ന് ഇപ്പൊ അച്ചു എങ്ങനെയുണ്ടമ്മേ, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോയാൽ മതി എന്ന് പറയാണ്. ഋതു പറഞ്ഞു, അതെ കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം അവിടെ കിടന്നിട്ട് പോകാന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, എന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോയി മാത്രം മതി എന്ന് പറയാണ്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഋതുവും സേതുവും കൂടെ ഡോക്ടറെ ക്യാബിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഏകദേശം ആൾ ഓക്കെ ആയി വരുന്നുണ്ട്, അതുകൊണ്ട് നീക്ക് വീട്ടിലേക്ക് കൊണ്ടാം. പക്ഷെ അറിയാലോ, വീട്ടിൽ ചെന്നാലും നല്ലവണ്ണം ആളെ നോക്കണം. ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞാലാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഇനി ഒരു കാരണവശാലും ആൾക്ക് സ്ട്രെസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ആളുടെ മനസ്സ് വേദനിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ തീരില്ല. ഒരു കാരണവശാലും മനസ്സ് വേദനിക്കില്ല, അതൊക്കെ അറിയാലോ നീക്കും. അതൊക്കെ അറിയാം ഡോക്ടർ എന്ന് പറയാം. എന്നാ ശരി പോയിക്കാം, മെഡിസിൻസ് ഒക്കെ ഉണ്ട്, കൃത്യമായിട്ട് ചെക്കപ്പിന് വരികയും ചെയ്യണം. പിന്നീട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ പൂർണിമേനെ ഡിസ്ചാർജ് ചെയ്യണം. പക്ഷെ ഈ സമയത്തും പല്ലവിയുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നം എങ്ങനെ കിടക്കാം. എന്തുകൊണ്ടായിരിക്കും ആ ഡോക്ടർക്ക് പ്രതാപം പൈസ കൊടുത്തേ? അങ്ങനെ പൈസ കൊടുക്കണ അവർ തമ്മിൽ എന്തോ ഒരു ഡീലിങ്സ് ഉണ്ടല്ലോ, അതെന്താന്ന് മാത്രം ഒരു എത്തും പിടി കിട്ടിയില്ല. ഒരു പക്ഷേങ്കില് സേതുവേട്ടന്റെ അച്ഛനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കോ, അതിന് വേണ്ടിയിട്ടായിരിക്കോ പൈസ കൊണ്ട് കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ആ തിരുമേനി പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യമായിരിക്കോ. അതൊക്കെ ഇങ്ങനെ പല്ലവിയുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ മിന്നിമായുമാണ്. പക്ഷെ അതേക്കുറിച്ചൊന്നും സേതുവിനോട് പറയാനൊന്നും പറ്റില്ല. സേതു ചിലപ്പോൾ ഒറ്റബുദ്ധിയാ ചാടിക്കേറി പ്രതാപന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചെന്നിരിക്കും. അതുകൊണ്ട് അതിപ്പോ പറയണ്ടെന്ന് തീരുമാനിച്ചു. സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ഒരു തെളിവുകളും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അതെന്തേലും ഉണ്ടോ, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തെളിവ് നിരത്തി വാദിക്കാൻ പറ്റും. അതൊന്നും ഇല്ലാത്തടത്തോളം കാലം ഒന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആരോടും ഒന്നും പറയണ്ട. പക്ഷെങ്കില് പല്ലവിയുടെ മനസ്സിൽ ആ ഒരു ചോദ്യചിഹ്നം ഇങ്ങനെ കിടന്ന് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓർക്കും തോറും ആ കുരുക്ക് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുക. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രതാപം പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാന്ന് പറയണം. ഇത് കേട്ട ഋതു പറഞ്ഞു, വേണ്ടെങ്കിലേ ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, ഞങ്ങൾ അമ്മേനെ കൊണ്ടുപോയിക്കോളാന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രതാപന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല.
പൂർണിമയോടുള്ള ആ സേതുവിന്റെ കരുതലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു പ്രതാപന്. അങ്ങനെ പ്രതാപൻ വീട്ടിലേക്ക് പോവാ. പിന്നീട് പൂർണിമേനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് സേതുവും പല്ലവിയും കൂടെ കൂടി പൂർണിമനെ മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ മുറിയിൽ കൊണ്ടുവന്ന് ബെഡിലേക്കൊക്കെ കയറ്റി കിടത്തുവാണ്. അതിനുശേഷം അങ്ങോട്ട് സേതു പോകാൻ തുടങ്ങുമ്പോഴത്തേന് സേതുവിന്റെ കയ്യിലേക്ക് കയറി പൂർണിമ പിടിച്ചു. എന്നിട്ട് സേതുവിനോട്, അതെ സേതു, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയണം. അപ്പോഴേക്കും അച്ചും സ്വാതിയും ഋതു എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. എന്താ അമ്മ, എന്താ കാര്യം എന്ന് ചോദിക്കാം. അതെ, ഞാനില്ലാതായാലും നിങ്ങളെല്ലാരും എന്നും സ്വരുമയോടെ കഴിയണം. നിന്റെ അനിയത്തിമാരെവിടെയുള്ള അവരെ നീ പൊന്നുപോലെ നോക്കണം എന്ന് പറയാ. ഇത് കേട്ടതും സേതു ചോദിച്ചു, അമ്മ എന്തൊക്കെയാ പറയണേ, അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്ന? എനിക്കറിയാം സേതു, ഞാനും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. മാധവേട്ടന്റെ അനുഭവം തന്നെയായിരിക്കും എനിക്കും ഉണ്ടാവുന്നത്. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഞാനിനി അധികകാലം ഉണ്ടാവുമെന്ന് തോന്നില്ല. പക്ഷെ ഉള്ളത്രയും കാലം എനിക്ക് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹം. ഒരമ്മയുടെ ആഗ്രഹം അത് സാധിച്ചു തരില്ലെന്ന് സേതുവിനോട് ചോദിക്കുക. ഇത് കേട്ട സേതു എന്തിയാ പൂർണ്ണിമയുടെ കൈയെടുത്തിടിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ദേ, അമ്മയ്ക്ക് ഇനി ഇവിടെ ഒരു വിഷമം ഉണ്ടാകാൻ പോകുന്നില്ല. ദേ, ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, ഇതിപ്പം നമ്മളെല്ലാവരും കൂടുമ്പോ ഒരു കൂട്ടാണ്, ഇതൊരു സ്നേഹ കൂട്ടാണ്, അറിയാലോ. ഒരു കാരണവശാലും ഇതിനെ ആരും വേർപിരിഞ്ഞ് പോകാനൊന്നും പാടില്ല. എന്നും ഈ സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ മാധവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് മാധവേട്ടനായിരുന്നു. മാധവേട്ടൻ എത്രമാത്രം സന്തോഷിക്കാനെന്നറിയോ? സേതു വീട്ടിലേക്ക് വന്നു കയറിയത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധവേട്ടൻ ഇരിക്കുന്ന സമയത്ത് മാധവേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു സേതു ഇങ്ങോട്ട് വരണമെന്നുള്ളത്. പക്ഷെ അന്നൊന്നും സാധിച്ചില്ല. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ എത്ര കാലം ഞാൻ ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഈ കുടുംബത്തില് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങള് ആങ്ങളെ പെങ്ങന്മാര് തമ്മിൽ അത് പറഞ്ഞു തീർക്കണം. ഒരു കാരണവശാലും അതിൽ വലിയ വഴക്കിലേക്ക് ചെന്ന് കലാശിക്കില്ല. പിന്നീട് പല്ലവിയോട് പറഞ്ഞു, മോള് എങ്ങോട്ടും പോവരുത്, ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയാണ്. അറിയാലോ, നിന്റെ അനീത്തിമാരെ എവിടെയുള്ള അവരെ നോക്കി എപ്പോഴും നീ ഇവിടെ വീട്ടിലുണ്ടായിരിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അല്ല അമ്മ, അത് പിന്നെ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താന്ന്. നിനക്ക് ഈ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും. ഇന്നലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉണ്ടായത്. അതുകൊണ്ട് നിന്റെ മനസ്സിന് ബുദ്ധിമുട്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ? അമ്മ ക്ഷമ ചോദിക്കാനോ? ദേ, അമ്മയോട് ഞാനല്ലേ ക്ഷമ ചോദിക്കണ്ടേ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ഋതുവിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി അമ്മേ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. മോൾ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നേ? ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനാണ് ശരിക്കും ക്ഷമ ചോദിക്കണ്ടേ. മോള് എത്ര നല്ല മനസ്സിലുടമയാന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ സേതു. ഇതേ, ഋതുവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മോള് മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ലെന്ന് പറയണേ. ഇല്ലമ്മേ, എനിക്ക് അങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല. അവളെ ഞാനൊരു അനിയത്തിയെ പോലെ കാണുന്നേ, ഒരിക്കലും ഞാൻ വേറിട്ട് അവളെ കണ്ടിട്ടില്ല എന്ന് പറയണേ. ഇത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പൂർണ്ണാമയ്ക്ക്. പിന്നീട് ഋതുവിനെ അച്ഛനെ സ്വാധീനയ്ക്ക് അരിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അത് കേട്ടല്ലോ, ഒരു കാരണവശാലും ഈ കുടുംബം ഇനി അനാഥമായി പോയല്ലോ, ഒറ്റപ്പെട്ടു പോയല്ലോ. താങ്ങായും തണലായതേ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എന്ത് പ്രശ്നം ഉണ്ടായാലും ഒറ്റക്കെട്ടായിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. എന്തിനും ഏതിനും നിങ്ങളുടെ വലിയേട്ടൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, പൂർണ്ണാമയ്ക്ക് ഞാൻ വാക്ക് തരുവാ. എനിക്ക് എന്തേലും സംഭവിക്കുന്നവിടെ വരെ ഞാൻ ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. എന്തൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞാലും ഉണ്ടാവും എന്ന് പറയാണ്. പൂർണ്ണിമ പറഞ്ഞു, എനിക്കത് മതി, ഈ വാക്ക് മാത്രം കേട്ടാൽ മതി എന്ന് പറയണം. പിന്നീട് പല്ലവിയെ നേരെ ഋതുവിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഋതു, ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് സോറി പറയാട്ടോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പറയണം. ഇത് കേട്ടത് ഋതു പറഞ്ഞു, വേണ്ട, ഇനി സോറിയുടെ ഒന്നും ആവശ്യമില്ല. എനിക്ക് എന്റെ തെറ്റൊക്കെ മനസ്സിലായി, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം നമ്മളിനി ഫ്രണ്ട്സാ, നമ്മൾ തമ്മില് ഇനി അങ്ങനെ ഒരു വിദ്വേഷത്തിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം കൈ കൊടുക്കുകയാണ്. കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പല്ലവിനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കുകയാണ്. ഇത് കണ്ടപ്പോ അച്ഛനും ബാക്കി എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ സ്വാതിക്ക് മാത്രം അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്വാതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുകയാണ്. സ്വാതിയുടെ ശത്രുവാണല്ലോ ഈ പറയുന്ന പല്ലവിയും സേതുവും കൂടെ. പിന്നീട് ഋതു പറഞ്ഞു, ഇനി നമ്മൾ തമ്മിലൊരു വഴക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെ. ഒരു പക്ഷേങ്കില് എന്റെ അഹങ്കാരം കൊണ്ടായിരിക്കും. കാരണം അച്ഛനില്ലാതെ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, താങ്ങാനും തള്ളായിട്ടും എന്ത് പ്രശ്നം വന്നാലും എന്നോടൊപ്പം രണ്ടുപേരും ഉണ്ടെന്ന്. അതുകൊണ്ട് എനിക്കിനി സന്തോഷമായെന്നൊക്കെ പറയാണ്. പക്ഷെ സ്വാതിക്ക് ഇഷ്ടപ്പെടില്ല. സ്വാതി വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാണ്. അച്ഛൻ പറഞ്ഞു, ഇപ്പോഴെനിക്കൊരു സന്തോഷമായത്. ഇത്രയും നാള് ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, ഇനി ഇപ്പൊ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. അപ്പത്തേനും ബേബി ചേച്ചി അങ്ങോട്ട് വന്നു. ബേബി ചേച്ചി മധുരമൊക്കെ ഉണ്ടാക്കേണ്ട വന്നേ. ബേബി ചേച്ചി പറഞ്ഞു, അതെ എല്ലാവരും മധുരം കഴിക്കാൻ പറഞ്ഞു, മധുരമൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഋതു നോക്കിയപ്പോഴത്തേനും സ്വാതിനെ കണ്ടില്ല. സ്വാതി മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഋതു മുറിയിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും സ്വാതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഋതുവിനെ കണ്ടത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. ഋതു എന്ന് ചോദിച്ചിട്ട്, എന്താ സ്വാതി, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അല്ല,
ചേച്ചി ഇതെന്ത് ഭാവിച്ചെന്ന് ചോദിക്കും. എന്താ കാര്യം എന്താ? അല്ല ആ പല്ലവിയായിട്ട് കൂട്ടായത്. ഓ ഇത്ര പെട്ടെന്ന് ചേച്ചി കണ്ണം മറക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ചേച്ചിനെ വിശ്വസിച്ച് ഞാൻ കൂടെ നിന്നേന്ന് പറയണം. അതിൽ മാത്രം എന്താ ഉണ്ടായത്? എന്നാലും ആ പല്ലവീനെ ഇവിടെ നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ പല്ലവീനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റിയ അവസരമല്ലായിരുന്നോ? പിന്നെ ചേച്ചി എന്തിനാ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നേ? ആ സേതുവിനെയും പല്ലവീനെയും കൂടെ അടിച്ചിറക്കാൻ പറ്റിയ അവസരമായിരുന്നു ഈ അമ്മയുടെ അസുഖം. ആ സമയത്ത് ഇങ്ങനത്തെ വല്ല പ്രശ്നത്തിന്റെയും കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ഇത് പറഞ്ഞു. എന്താ സ്വാധീനം ഇങ്ങനെയൊക്കെ? നമ്മൾ എപ്പോഴും നേരിന്റെ ഭാഗത്താ നിൽക്കണ്ടേ, അറിയാലോ. പല്ലവിയുടെ അവസ്ഥ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ആ ഇന്ദ്രന്റെ പിടിയിരുന്നു. ഒരു പക്ഷെ ഇന്ദ്രൻ എന്തെങ്കിലും ചെയ്താലോ ഒന്ന് പേടിച്ചിട്ടേ പല്ലവി നിന്നേ. അങ്ങനെയുള്ള ആ സമയത്ത് നമ്മള് ഇറക്കി വിടുന്നത് ശരിയാണോ? അത് മോശമല്ലേന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ ചേച്ചി കാലുവാരി അല്ലേന്ന് ചോദിക്കാം. കാലുവാരിയതല്ല, അല്ലെങ്കിൽ തന്നെ നമ്മുടെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോ ഒന്ന് ഓർത്തു വയ്ക്കേ. ആ കൃത്യസമയത്ത് പല്ലവി അവിടെ ഉള്ളതുകൊണ്ടല്ലേ. ഓഹോ, അപ്പൊ അതെ ചേച്ചി ഒരു കാര്യം മറന്നു. അമ്മയ്ക്ക് അസുഖം വരാൻ കാരണക്കാരി ആരാ? ആ പല്ലവി കാരണല്ലേ ഉണ്ടായത്. അതെന്താ ചേച്ചി പറയാത്തേന്ന് ചോദിക്കാം. ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നമുക്കൊരു എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കാനായിട്ട് ഓടി വന്നല്ലേ. നമ്മൾ ഒരിക്കലും ഇനിയിപ്പം ആ ദേഷ്യം കാണിക്കണ്ട. എനിക്കിനി എന്താണല്ലോ അവിടെ ദേഷ്യം കാണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആയിരിക്കണം നീ എന്ന് പറയാം. ഓ സായിപ്പരെ കണ്ടപ്പോ കവാത്ത് മറക്കുന്ന സ്വഭാവം കാണിച്ചില്ലേ? ഇപ്പോഴല്ലേ മനസ്സിലാവുന്നേ. വേണ്ട, എനിക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളെന്ന് എന്നും പറഞ്ഞൊരു സ്വാതി മുഖം വീർപ്പിച്ചിരുന്നു കഴിഞ്ഞപ്പോ ഋതു ചെന്നിട്ട് പറഞ്ഞു. അതെ അമ്മയുടെ അസുഖം അറിയാലോ. അമ്മയുടെ മനസ്സ് ഒരു കാരണവശാലും വേദനിപ്പിച്ചുകൂടാ. നമ്മളായിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മേനെ നന്നായിട്ട് നോക്കണമെന്ന്. BP ഒന്നും ഒരിക്കലും കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. വെറുതെ എന്തിനാ പാവം അമ്മേനെ നമ്മൾ വേദനിപ്പിക്കുന്നേ? അമ്മയുടെ മനസ്സിന് സന്തോഷമല്ല നമ്മുടെ സന്തോഷം. നമുക്ക് വേണ്ടി അമ്മ ജീവിക്കുന്ന ഇപ്പൊ. അതുപോലെ തന്നെ നമ്മൾ മക്കളും അങ്ങനെ ആയിരിക്കണം. അമ്മയ്ക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല്. ഒരു കാരണവശാലും അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചുകൂടാന്ന് പറയാണ്. ഇത് കേട്ടതും സ്വാതി ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഋതു അങ്ങോട്ട് പോവാണ്. ഈ സമയം പല്ലവിയുടെ അടുത്തേക്ക് സേതു വരുവാണ്. സേതു വന്നു കഴിഞ്ഞിട്ട് പല്ലവിയോട് പറഞ്ഞു. അതെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണേ. എന്ത്? അല്ല ഋതുവിന്റെയും മാറ്റവേ. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നാന്ന് പറയണ. എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു പക്ഷേങ്കില് ഋതുവിന് ഇപ്പോഴായിരിക്കും തന്റെ തെറ്റുകളൊക്കെ ബോധ്യപ്പെട്ടെ. ഋതുവിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പുറത്തുനിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ഭരിക്കും. അവരുടെ ആ ഒരു ഇതിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് ആർക്കാണ് ഒരു അസ്വസ്ഥ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഋതുവിനും ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഋതുവിനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വന്ന ഏറ്റവും ഇതായി പോയത്. ഒരിക്കലും അങ്ങനെ വന്ന് ഇവിടെ അങ്ങനെയൊന്നും പറയാനും ചെയ്യാനും ഒന്നും പാടില്ലായിരുന്നു. ഞാനാ ചെയ്ത തെറ്റ് എന്നൊക്കെ പറയാം. അതൊക്കെ പോട്ടെ, സാരമില്ല. എല്ലാം എന്തായാലും കലങ്ങി തെളിഞ്ഞല്ലോ. ഇനി ഇപ്പോഴും സമാധാനം. പക്ഷെങ്കിൽ അമ്മയുടെ കാര്യം ഓർത്തിട്ടാ. അച്ഛൻ്റെ കല്യാണം അതൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തണമെന്നുണ്ട്. പക്ഷെ അമ്മയുടെ ഈ അസുഖം കാരണം അതൊന്നും കുഴപ്പമില്ല സേതുവേട്ട, എല്ലാം ശരിയാവും. അമ്മയ്ക്ക് ഇനിയിപ്പോ ഒരു കാരണവശാലും നമ്മൾ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക. അമ്മയുടെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളെല്ലാരും കൂടെ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് നമ്മളുടെ സന്തോഷം പങ്കിടുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പ്രതാപന് ഇരിക്കാൻ പറ്റുമോ? പ്രതാപനാണെങ്കിൽ എങ്ങനെയും ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് ഓർത്തിരിക്കുക. ഋതു സ്വാതി സേതു എല്ലാരും കൂടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിച്ചുകൊണ്ട് വരും. പക്ഷെ പല്ലവിയുടെ ഉള്ളിൽ ഒരു കരട് വീണിട്ടുണ്ട്. പല്ലവി അധികം വൈകാതെ തന്നെ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കും. എന്തിനാണ് പ്രതാപം പണം കൊടുത്ത് ഡോക്ടറെ കയ്യിലെടുക്കാൻ ശ്രമിച്ച എന്തിനാന്നുള്ള സത്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.